ഗൈസ്, ഐ എം ഷിഫാസ് ഫ്രം ബിസിനസ് മലയാളം. ഒറ്റയ്ക്ക് നിങ്ങൾക്കൊരു ബിസിനസ് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ടീം ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളത് തികച്ചും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ ഇഷ്ടം. ഞാനും എൻ്റെ ഫ്രണ്ടും ഡിസ്റ്റിലെ ഷോട്ടോക്കിൻ്റെ ഇടയിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കമ്പനിയിൽ ഐഷാന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാഫ് ഉണ്ടാവും. ഓഫീസ് അഡ്മിനായിട്ടാണ് ആ കുട്ടീനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഫയൽസ് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നിട്ട് കമ്പനി സെക്കൻഡ് ഫേസിലായപ്പോൾ ഇവർക്ക് ഒരുപാട് ലീഡ്സും കാര്യങ്ങളൊക്കെ വരാൻ തോന്നി. അവരുടെ മീറ്റിങ്ങിൽ പല സ്റ്റാഫുകളും ഈ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഐഷ എന്ന് പറഞ്ഞ കുട്ടി അവരുടെ കമ്പ്യൂട്ടറിൽ എക്സലിൽ ക്ലയൻറ്റിൻ്റെ ഫോളോ അപ്പ്, അഡ്രസ്സ്, ഡേറ്റ്, സ്റ്റാറ്റസ് ഇതൊക്കെ നോട്ട് ചെയ്തേക്കുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടു, എൻ്റെ ഫ്രണ്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവൻ അതായത് എൻ്റെ ഫ്രണ്ട് ഈ ഐഷ എന്ന് പറഞ്ഞ കുട്ടീനെ ഒരു സെയിൽസ് കോഴ്സിന് എൻറോൾ ചെയ്ത് കൊടുത്തു. 2 വീക്സ് 3 വീക്സ് സംതിങ് ആയിരുന്നു കോഴ്സ്. അതിന് ഏകദേശം 6,000 ഒരു പ്രൈസോടെ വന്നിരുന്നത് കോഴ്സിൻ്റെ ഫീ. പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു കോഴ്സായിരുന്നു അത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ, അതായത് ക്ലയൻറ്റ് റിട്ടൻഷൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിരുന്നത് ഐഷ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ആക്ച്വലി 50,000 സാലറിക്ക് ഒരാളെ ഹയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഈ കുട്ടിക്ക് ഒരു 6,000 ഒരു കോഴ്സും കൊടുത്ത് കുറച്ച് സാലറി ഹൈക്കും കൊടുത്തപ്പോൾ ആ കുട്ടി നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത 3 മാസത്തെ കണക്കുകൾ നോക്കുമ്പോൾ അവരുടെ കമ്പനിയിൽ ക്ലയൻറ്റ് റിട്ടൻഷനൊക്കെ കൂടിയതുകൊണ്ട് 40% സെയിൽസ് ഹൈ ആയി. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് മന്ത്ലി 50,000 കൊടുത്ത് ഒരാളെ ഹയർ ചെയ്യുന്നതിന് പകരം ഈ കുട്ടിയെ തന്നെ ഒന്ന് അസിസ്റ്റന്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് അവിടെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായി, കമ്പനിയുടെ റവന്യൂ. അതായത് നിങ്ങൾ അവിടെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടുപോകും. എംപ്ലോയീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ എംപ്ലോയീസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത കമ്പനികളെക്കാളും 24% പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ ടീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെയാണ്. അതായത് കാലങ്ങൾ കൂടുന്തോറും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫാൻസി സ്റ്റോർ നടത്തുന്ന ആളാണെന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾക്കൊരു സ്റ്റാഫുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ആ സ്റ്റാഫിന് ഒരു സെയിൽസ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആവുന്നത്. നിങ്ങൾ ആ സ്റ്റാഫിന് സെയിൽസ് ട്രെയിനിങ് കൊടുത്ത് അടുത്ത മാസം മുതൽ ചിലപ്പോൾ ആ സ്റ്റാഫ് കൂടുതൽ സെയിൽസ് ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് വേറൊരാളെ ഹയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ അപ്പോൾ അതല്ല. പിന്നെ നിങ്ങളൊരു ഓണർഷിപ്പ് കൾച്ചർ, അതായത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇടയിൽ നിങ്ങളൊരു ഓണർഷിപ്പ് കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് അവർ വർക്ക് ചെയ്താൽ അവർക്കും കൂടെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് തോന്നണം. അതായത് കമ്പനി വളരും, അതിനനുസരിച്ച് അവരും വളരും എന്നുള്ളൊരു റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അവർ ജസ്റ്റ് അവർക്ക് കിട്ടുന്ന സാലറി മാത്രമായിട്ട് അവർ ഒതുങ്ങിപ്പോയിട്ട്, അതായത് ഇങ്ങനെ സെയിൽസ് വന്ന അല്ലെങ്കിൽ ഈ കമ്പനി രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുക, അതായത് ഹാർഡ് വർക്ക് ചെയ്യുക. എൻ്റെ ടീമിലൊരു പയ്യൻ എന്നോട് പറയുണ്ടായി, സാറിന് എന്നെ വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്ക് കമ്പനിയെയും വിശ്വാസമാണ്. അവൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവനക്കും ഗ്രോ ചെയ്യുന്നുള്ളൊരു വിശ്വാസം അവനുണ്ട്. അത് വരണം. പിന്നെ നിങ്ങളുടെ എംപ്ലോയീസിനെ ചെറിയ പല പ്രൊജക്റ്റുകളും ലീഡ് ചെയ്യാനായിട്ട് പറയും. അവർ ചിലപ്പോൾ അതിൽ തോൽക്കും, അതിൽ ഫെയിലാവും. പക്ഷെ അതൊക്കെ ഒരു പാഠങ്ങളാണ്, നമ്മുടെ ടീമാണ്. അപ്പോൾ അവരെ കൂടെ തോൽന്ന് പഠിക്കണം. എന്നാലും നമുക്കും ഉപകാരപ്പെടും, അവർക്കും ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നതിന് പകരം ഹയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒരു വർക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആവറേജ് കണക്ക് പ്രകാരം വേറൊരാൾ നമ്മൾ റിപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സ്റ്റാഫിൻ്റെക്കാട്ടിലും ഒരു 33% ഹയർ പ്രൈസ് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കമ്പനിയിൽ ഹയറിങ് ആൻഡ് ഫയറിങ് കംപ്ലീറ്റ്ലി ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഐഡിയ നിങ്ങൾക്കിപ്പോൾ ഉള്ള സ്റ്റാഫിനെ അപ്സ്കില്ല് ചെയ്യിക്കുന്നതാണ്. അതായത് ഒരു കോഴ്സോ കാര്യങ്ങളോ എടുത്ത് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതാവും ഏറ്റവും ബെറ്റർ ഐഡിയ. അതിനർത്ഥം നമുക്ക് ഹയറിങ്ങും ഫയറിങ്ങും വേണ്ടതെന്നല്ല. കമ്പനിക്ക് ആപ്റ്റ് ആവാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും അവരെ ഫയർ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ആൾക്ക് അത്യാവശ്യം നെറ്റ് ആഡ്സ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ, അതായത് FB, Instagram അഡ്വർടൈസിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ തന്നെ ഗൂഗിൾ ആഡ്സ് ചെയ്യാനും ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് അവിടെ വേറൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഗൂഗിൾ ആഡ്സും നെറ്റ് ആഡ്സും ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്ക് സാലറി ഹൈക്ക് കൊടുക്കേണ്ടത് മസ്റ്റാണ്. പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ട്, താങ്ക് യു ആണ് ആ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്. അതായത് നിങ്ങളുടെ ടീമായിട്ടൊക്കെ കൂടി നിൽക്കുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ സ്റ്റാഫിന്
അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പെർഫോം ചെയ്യുന്ന ഒരാളോട് താങ്ക് യു ഫോർ ദാറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്ക് യു എന്നുള്ള വേർഡിന് അതിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റിംഗ് പവർ അവർക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ടീം മെമ്പറിന് അവർക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആണിത്, ഒരു ബൂസ്റ്റിംഗ് ആണിത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിഗ് അപ്രീസിയേഷൻ ഫോർ ദം. നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിലായിരിക്കുക എന്നുള്ളത് ആ ടീമിലുള്ള എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ നിങ്ങളുടെ ടീമിലുള്ള ഒരാളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു ടൈപ്പ് ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ചെയ്യുന്നത് അവരുടെ സ്കില്ലിനെ കില്ല് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എത്ര തന്നെ ചെയ്താലും അവർക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. ടീമിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ഉള്ള ഒരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനിയുടെ ഇൻറ്റേർണൽ ചേഞ്ചസ് നിങ്ങൾ വരുത്തുക. അതായത് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ് ആക്കാം, വീക്കിലി വെൽബീയിങ് പ്രോഗ്രാംസ് വെക്കുക, ബ്രെയിൻ സ്ട്രോമിങ് വെക്കുക, അങ്ങനെയുള്ള ഗെയിംസുകൾ വെക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. എനിക്കറിയുന്നൊരു കമ്പനിയുണ്ട് ബാംഗ്ലൂരിൽ. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ 7 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് ഹവർ വരുന്നത്. ഈ 7 മണിക്കൂർ എപ്പോൾ വർക്ക് ചെയ്യണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അതായത് എംപ്ലോയീസിന് തീരുമാനിക്കാം. 24 അവർ അവരുടെ ഓഫീസ് ഓപ്പൺ ആവും. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിൽ തന്നെ പല കമ്പനീസും വെൽബീയിങ് പ്രോഗ്രാംസ് ഒക്കെ ആൾറെഡി ചെയ്യുന്നുണ്ട്. സ്റ്റഡീസ് പറയുന്നത് ഒരു ഗുഡ് മെൻ്റൽ ഹെൽത്ത് ഉള്ള ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ടീം മെമ്പറിന് അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ലോയൽറ്റി ഇതൊക്കെ 2 ഇരട്ടി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രാൻഡോ നിങ്ങളുടെ ലോഗോയോ ഇതൊന്നുമല്ല. നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ടീമാണ്. അവരെ നിങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.